ഇന്ത്യ മുന്നണി ഉഷാറായോ എന്നാണ് ചോദ്യം. സ്മൃതി, ഇന്ത്യ മുന്നണി ഉഷാറാവുന്നു എന്നുള്ളത് പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. കാരണം നിതീഷ് കുമാർ പോയ ശേഷം ഈ മുന്നണി താറുമാറായി കഴിഞ്ഞു, ഛിന്ന ഭിന്നമായി എന്ന രൂപത്തിൽ തന്നെ മനസ്സിലാക്കിയിരുന്നു. പല നേതാക്കളും അതിനുശേഷം പോവുകയും ആ രൂപത്തിൽ പ്രതികരിക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ. പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി മറിയുന്നു. ഇപ്പോൾ സീറ്റ് വിഭജനം കീറാമുട്ടിയാണ് എന്ന് കരുതിയിരുന്ന സീറ്റ് വിഭജനം അതും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അത് ഏറ്റവും പ്രധാനമായി നേരത്തെ ഉണ്ണിബാലകൃഷ്ണൻ ചൂണ്ടിക്കാണിച്ച പോലെ ആം ആദ്മി പാർട്ടിയും സമാജ്വാദി പാർട്ടിയുമായി നടന്നിരിക്കുന്ന സീറ്റ് വിഭജനം തന്നെയാണ്. സമാജ്വാദി പാർട്ടിയുമായി യുപിയിലും മധ്യപ്രദേശിലും ധാരണയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ ഇന്ത്യ മുന്നണിയുടെ പരിപാടിയിൽ രാഹുലിൻ്റെ ന്യായ് യാത്രയിൽ പങ്കെടുക്കുമെന്ന് അറിയിക്കുകയാണ് അഖിലേഷ് യാദവ്. ആം ആദ്മി പാർട്ടിയുമായി ഡൽഹിയിലും ഗോവയിലും ഹരിയാനയിലും ഗുജറാത്തിലും ധാരണയെത്തിയിരിക്കുന്നു. ആപ്പിൻ്റെ ശക്തി കേന്ദ്രമായ പഞ്ചാബിൽ ധാരണയില്ല എന്ന് പറയുമ്പോഴും ഇന്നിപ്പോൾ കെ സി വേണുഗോപാൽ പറഞ്ഞ പോലെ ജയിച്ചാൽ ഇന്ത്യ മുന്നണിയാണല്ലോ ജയിക്കുന്നത്, ആ രൂപത്തിൽ അതിനെ കണ്ടാൽ മതി എന്നാണ്. അപ്പോൾ കേരളത്തിലേതുപോലൊരു സാഹചര്യം പഞ്ചാബിലുമുണ്ട്. അപ്പോൾ അവിടെ മത്സരമാണ്. അപ്പോഴും മനസ്സിലാക്കേണ്ടത് BJP എന്ന ജനാധിപത്യ വിരുദ്ധമായ സമീപനങ്ങളോടെ പ്രവർത്തിക്കുന്ന പാർട്ടി, ആ പാർട്ടിയെ പരാജയപ്പെടുത്താൻ ഡൽഹിയിൽ തങ്ങളെ തൂത്തുവാരിയ അല്ലെങ്കിൽ ഡൽഹിയിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കിയ പാർട്ടിയോട് തന്നെ ഐക്യപ്പെടാൻ തീരുമാനിക്കുന്നു എന്നുള്ളൊരു വലിയ കാര്യമാണ്. ആ രൂപത്തിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ ഐക്യം സാധ്യമാണ് എന്ന രൂപത്തിലേക്ക് മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഇനിയിപ്പോൾ പറയുന്നത് ഈ പശ്ചിമ ബംഗാളിലെ പ്രശ്നം, പശ്ചിമ ബംഗാളിലെ സഖ്യം സാധ്യമായിട്ടില്ല. അത് ഇപ്പോൾ അവിടുത്തെ പ്രാദേശികമായ കോൺഗ്രസ് നേതാക്കളുടെ എതിർപ്പ് ഒരു പ്രധാന ഘടകമാണ്. അവരുടെ പ്രതികരണങ്ങൾ ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. അവിടെ കോൺഗ്രസിന് എത്രത്തോളം വിജയസാധ്യതയുണ്ട്, കഴിഞ്ഞ തവണ 2 സീറ്റിലാണ് വിജയിച്ചിട്ടുള്ളത്, അതിലപ്പുറം എത്രത്തോളം കോൺഗ്രസിന് സാധ്യതയുണ്ട് എന്ന പ്രായോഗികമായ ഒരു അന്വേഷണം, അതിനുശേഷമുള്ളൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തേണ്ടതുണ്ട്. മറ്റൊന്ന് മഹാരാഷ്ട്രയാണ്. ഇപ്പോൾ സീറ്റുകളുടെ കാര്യത്തിൽ നോക്കിക്കഴിഞ്ഞാൽ UP കഴിഞ്ഞാൽ ഏറ്റവും കൂടുതലുള്ളത് ബംഗാളിലും മഹാരാഷ്ട്രയിലുമാണല്ലോ. അവിടെ കൂടിയ സഖ്യത്തിലെത്തിക്കഴിഞ്ഞാൽ ഏതാണ്ട് ഒരു നല്ല അവസ്ഥയിലേക്ക് പോകും. ഇപ്പോൾ യു പിയിലെ ഈ സീറ്റ് ധാരണ എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ കോൺഗ്രസ് രാഹുൽ ഗാന്ധി തോറ്റ സ്ഥലമാണ്. റായ്ബറേലിയിൽ മാത്രമാണ്, സോണിയയുടെ ഒരു സീറ്റിൽ മാത്രമാണ് വിജയിക്കാൻ കഴിഞ്ഞത്. അവിടെ 17 സീറ്റ് നൽകാൻ തന്നെ അഖിലേഷ് തയ്യാറായിരിക്കുന്നു എന്നുള്ളൊരു നല്ല സൂചനയായി തന്നെ കാണുകയാണ്. ഇനിയിപ്പോൾ അതിലപ്പുറമുള്ള സീറ്റ് ധാരണ ഇനിയിപ്പോൾ ബംഗാളിലെ കാര്യം അതൊന്ന് പരിഹരിക്കണം. അത് കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ അവസാനിക്കുകയാണ്. പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് ഇതുവരെ ഉണ്ടായിട്ടുള്ളത്. ഇനിയിപ്പോൾ മറ്റൊന്ന്, ഇനി മാർച്ച് നടത്താനിരിക്കുന്നു, ഇന്ത്യ മുന്നണിയുടെ മാർച്ച്. അത് പാർട്ടിയിൽ നിന്ന് തുടങ്ങുന്നു എന്ന് പറയുമ്പോൾ നിതീഷിനുള്ള ഒരു മറുപടിയായി മാറുകയാണ്. പല പ്രതീക്ഷകൾക്കൊപ്പമാണ് ഇന്ത്യ മുന്നണി ഇങ്ങനെ ഐക്യപ്പെടുന്നു എന്നുള്ള പ്രതീക്ഷ കൂടി വരുന്നത് എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം സുപ്രീം കോടതിയിൽ നിന്നുണ്ടായിരിക്കുന്ന 2 വിധികൾ, ഒന്ന് ചണ്ഡീഗഡുമായി ബന്ധപ്പെട്ട് എങ്ങനെയൊക്കെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാം എന്നുള്ളത് തുറന്ന രൂപത്തിൽ തന്നെ വളരെ സുതാര്യമായി എന്നാണല്ലോ എപ്പോഴും BJP അവകാശപ്പെടുന്നത്. സുതാര്യമായി തന്നെ ജനാധിപത്യത്തെ ഇല്ലാതാക്കാൻ നടത്തിയ ശ്രമങ്ങൾ അത് ജനം കണ്ടു, കോടതി കണ്ടു, അതിരൂക്ഷമായി പ്രതികരിച്ചു. അപ്പോൾ അതുകൂടാതെ ഇലക്ട്രൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതിയിൽ വന്നിരിക്കുന്ന പ്രധാനപ്പെട്ട വിധി, ഇതെല്ലാം കൂടി കൂട്ടി വായിക്കേണ്ടതുണ്ട്. 6566 കോടിയാണ് ഇലക്ട്രൽ ബോണ്ടിലൂടെ സ്വന്തമാക്കിയിരിക്കുന്ന BJP. അതായത് കുറച്ചുകൂടി മുൻപ് വരേണ്ട വിധിയായിരുന്നു. ആ പണം അവർ കൈക്കലാക്കിയിരിക്കുന്നു. അത് തിരിച്ചു പിടിക്കേണ്ട പണമാണ് എന്ന് കൂടി കോടതി പറയുമ്പോൾ തിരിച്ചു പിടിക്കേണ്ട കാര്യങ്ങളിലേക്ക് കൂടി കോടതി പോവുകയാണെങ്കിൽ, കാരണം മത്സരം എന്നുള്ളത് തുല്യർ തമ്മിലുള്ള ഒരു മത്സരമാണ് ആകേണ്ടത്. അപ്പുറത്ത് തീരെ താഴെ നിൽക്കുന്ന ഒരു അവസ്ഥയിലും ഒരാൾ പൂർണ്ണമായും പിടിച്ചെടുക്കുന്ന അവസ്ഥയിലേക്കുമായി കഴിഞ്ഞ ഒരു മത്സരമില്ലല്ലോ. മത്സരമില്ലാത്തൊരു രാജ്യം, ഇനി തെരഞ്ഞെടുപ്പില്ലാത്തൊരു രാജ്യം എന്നതിലേക്കൊക്കെ ഉള്ള ആശങ്കകൾ നിലനിൽക്കുമ്പോഴാണ് പ്രതീക്ഷ നൽകുന്ന ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകുന്നത്. അതായത് ഇന്ത്യ മുന്നണി ഇപ്പോൾ ഉഷാറായിരിക്കുന്നു, ഉഷാറായി തന്നെ മുന്നോട്ട് പോകട്ടെ. Meet the editors.